ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ മൈക്രോ ഗ്രീൻസിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ടും പറയുന്നത്. മൈക്രോ ഗ്രീൻസൊക്കെ വലുതായി നല്ലൊരു വിഭവം ഉണ്ടാക്കുന്നുണ്ട് മൈക്രോ ഗ്രീൻസ് വെച്ചിട്ട്. പിന്നെ നല്ലൊരു സ്നാക്ക് റെസിപ്പി ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മൊത്തത്തിൽ കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്കെന്നാൽ ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ മൈക്രോ ഗ്രീൻസൊക്കെ ഇത്രയും വലുതായിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ചില വീഡിയോസിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇതുകൊണ്ട് നല്ലൊരു വിഭവം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കുന്ന പയറുണ്ടല്ലോ, അതുകൊണ്ടുള്ള മൈക്രോ ഗ്രീൻസാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇലകൾ കണ്ടല്ലോ, കുറച്ചുകൂടെ വലുതാണ്. അപ്പോൾ ഞാൻ 3 തരം പയർ കൊണ്ട് ആണ് മൈക്രോ ഗ്രീൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. പയർ മാത്രമല്ല, കടല, അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വ്ളോഗായിട്ട് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇതിപ്പോൾ 2 ചട്ടിയിലായിട്ട് ഇത്രയും തുരുതുര ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് ചെറുപയറാണ്. ചെറുപയറും അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ആ ഒരു ഫസ്റ്റത്തെ 2 ഇല എന്ന് പറയുന്നത് അത്രയും ന്യൂട്രിയൻസ് ആണ്, അത്രയും പോഷക ഗുണങ്ങളുള്ളതാണ്. നമ്മൾ സാധാ ഇലക്കറികൾ കഴിക്കുന്നതിലും എത്രയോ ബെനിഫിറ്റാണ് ഈ ഇലകൾ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മൈക്രോ ഗ്രീൻസിന് പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയാനുള്ള കാരണം. അത് ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ്. അത് ഒരുപാട് മണ്ണൊന്നും ആവശ്യമില്ല, മണ്ണ് തന്നെ ആവശ്യമില്ല ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഇത്രയും ചട്ടിയിൽ ചെറുപയർ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പേരിയുടെ പയറും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല. പിന്നെ ഞാൻ വൻപയറും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രജ്മൊക്കെ ഉണ്ടാക്കുന്ന പയറുണ്ടല്ലോ, കിഡ്നി ബീൻസ്, അത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് മല്ലിയില ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിപ്പോൾ മുളച്ച് വരുന്നേ ഉള്ളൂ. പച്ചമല്ലി ചതച്ചിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയും 10 ദിവസമായപ്പോൾ അത് ടൈം എടുക്കും മുളച്ച് വരാൻ. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുള്ളൂ. പിന്നെ ചെറുപയറിൻ്റെ ഈ ഒരു ചട്ടിയിലുള്ളത് വല്ലാണ്ട് മുളച്ച് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് വെയിൽ തട്ടാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ ഞാൻ വൻപയർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് മുളച്ചിട്ടില്ല കേട്ടോ. അത് ഞാൻ അത് ചീഞ്ഞു പോയി. ഒന്നുകിൽ അത് ആ ഒരു പയർ ഡേറ്റ് കഴിഞ്ഞ പയറായിട്ടുണ്ടാവും, മുമ്പ് വാങ്ങിച്ച് വെച്ചായിരുന്നു. പിന്നെ ഞാനിതാ ഇങ്ങനെ ഇവിടെ പുറത്തായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഇടയ്ക്കൊരു മഴ പെയ്തപ്പം നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചീഞ്ഞ് പോയതാണോന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുണ്ടായിട്ടില്ല. ഈ 2 ടൈപ്പ് പയർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ ഈ ഒരു പയറിൻ്റെ ഇത് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ഉപ്പേരിക്കുള്ള പയറുണ്ടല്ലോ, ആ പയർ മുളച്ചത് ആണ്, ഇലയാണിത്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഉപ്പേരിക്കായിട്ട് എടുക്കുന്നത് കേട്ടോ. കാരണം ഇതാണ് അത്യാവശ്യം വലുതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, 2 ചട്ടിയിലേത് എടുക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ അരിഞ്ഞ് വരുമ്പോൾ എങ്ങനെയായാലും കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതായത് ഇതിൻ്റെ തണ്ടോട് കൂട്ടിയിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റും. ആ ഇല മാത്രം എടുക്കാണ്ട് തണ്ടോട് കൂട്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് ഉപ്പേരി കിട്ടും. പിന്നെ വല്ലാണ്ട് പറിച്ചെടുക്കണ്ട, വേരോട് കൂടിയിട്ട് എടുക്കണ്ട. കാരണം വേര് അവിടെ ഇരിക്കുകയാണെങ്കിൽ ആ മണ്ണിൽ കുറച്ചുകൂടെ നൈട്രേറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ വേര് അവിടെ ഇരുന്നോട്ടെ, അതവിടെ കിടന്ന് ഉണങ്ങിപ്പോയിക്കോട്ടെ. പിന്നെ നമുക്കത് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ, അതിലുണ്ടാവില്ല. നമ്മൾ വേറെ കുഴിച്ചിടേണ്ടി വരും. വേറെ ഒന്നുകൂടെ പാകി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 2 ചട്ടിയിലുള്ള ഇല എടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ദിവസത്തെ ഉപ്പേരിക്കായിട്ട്. ഇതിപ്പോൾ വലിയ ചട്ടിയിലാണെങ്കിൽ നമുക്ക് ഒരു ചട്ടിയിലേത് എടുത്താൽ മതി. ഇതിപ്പോൾ ചെറിയ ചട്ടിയാണ്, അപ്പോൾ അതിനത്രയും കുറച്ച് മാത്രമേ ഉള്ളൂ ഒരു ചട്ടിയിലേത്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ പലർക്കുള്ളൊരു ഡൗട്ടാണ്, ഇനി ഇതിൽ വീണ്ടും മുളച്ച് വരുമെന്ന്. മുളച്ചൊന്നും വരില്ല. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ പാകി കൊടുക്കേണ്ടി വരും. ഒരു തവണ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു തവണ കട്ട് ചെയ്താൽ പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ പിന്നെ എപ്പോഴും ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക വെള്ളം. കാരണം നമ്മൾ ഈ മണ്ണ് ഡ്രൈ ആയി കിടക്കരുത്, എപ്പോഴും ഒന്ന് ചെറിയൊരു നനവ് വേണം, എന്നാലേ ഇത് നന്നായിട്ടുണ്ടാവുള്ളൂ. പിന്നെ വെള്ളം ഒരുപാടൊന്നും ആക്കി കൊടുക്കാനും പാടില്ല. അതുപോലെ നമ്മുടെ മല്ലിയില ആയി വരുന്നുള്ളൂ. ഇനി ആയ ശേഷം ഞാൻ കാണിക്കാം. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല അത് ഉണ്ടാവുന്നൊന്നും. അപ്പോൾ ഇനി ഒരു 2 പ്രാവശ്യത്തേക്ക് ഉണ്ടാക്കാനുള്ള മൈക്രോഗ്രീൻസ് ഉണ്ട് ഇവിടെ, ഇതേപോലെ ഉപ്പേരി അല്ലെങ്കിൽ കറി ഉണ്ടാക്കുവാണെങ്കിൽ. അപ്പോൾ നമുക്കിനി ഈ ഒരു ഇല വെച്ചിട്ട് എന്താണ് ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണിക്കാം. ഉപ്പേരി മാത്രമല്ല പല വെറൈറ്റീസ് ഉണ്ടാക്കാം. ഞാൻ ബാക്കിയുള്ളതൊക്കെ പിന്നീട് കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള ഇലയാണ്. അതിൻ്റെ കൂടെ ഞാൻ ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട്. അത് മാത്രമാകുമ്പോൾ കുറച്ച് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്യാരറ്റും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ തണ്ടോട് കൂടിയിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. തണ്ടൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പലരും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇല മാത്രം എടുത്തിട്ട് തണ്ടൊക്കെ ഒഴിവാക്കുന്നത്. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. തണ്ടോട് കൂടിയിട്ട് ഇത് വളരെ തിന്നായിട്ടുള്ള തണ്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് ഒട്ടും നമ്മൾ കഴിക്കുമ്പോൾ അത് തോന്നില്ല, കയ്പ്പ് രസമോ അങ്ങനെയൊന്നും വരില്ല. ആ ഒരു ഇലയുടെ ടേസ്റ്റ് തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് തണ്ട് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. തണ്ടോട് കൂടിയിട്ട് തന്നെ നമുക്കത് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതാ ഇത്രയുണ്ട് നമ്മുടെ മൈക്രോഗ്രീൻസ് അരിഞ്ഞത്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഇനി ഇത് മാത്രം ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്തിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3 ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്യുക. വളരെ തിന്നായിട്ട് അരിയുക, കനത്തിൽ കട്ട് ചെയ്യരുത്. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്കത് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കനത്തിൽ കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ടൈം എടുക്കും വേവാൻ. അപ്പോൾ ഇത് രണ്ടും കൂടി പയറിൻ്റെ ഇലയ്ക്ക് അത്ര വേവ് ഉണ്ടാവില്ല. ഇത് മൂത്ത പയറല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ ചെയ്യുക. അതായത് കടുക് പൊട്ടിക്കുക, അതിലേക്ക് പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഉണക്കമുളകാണ് ചേർക്കുന്നത്. ഇവിടെ എരിവ് അത്ര ഇഷ്ടമല്ല, അപ്പോൾ വല്ലാണ്ട് എരിവില്ലാത്ത മുളകാണ് ചേർത്തിട്ടുള്ളത്. കാരണം കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം ഈ മൈക്രോഗ്രീൻസ് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. 1 മിനിറ്റ് മതി, അതിൽ കൂടുതൽ നേരം വെക്കേണ്ട. അപ്പോൾ തന്നെ നമുക്ക് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. കാരണം ക്യാരറ്റിന് അധികം വേവില്ലാത്തല്ലേ, അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അത് കിടന്നിട്ട് വെന്തോളും. കാരണം ഇലയാണെന്ന് വെച്ചിട്ട് ഒരുപാട് നേരമൊന്നും എടുക്കില്ല വേവാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വേവാനുള്ള സമയം മതിയാകും. അപ്പോൾ അതാ ഇങ്ങനെ പരത്തി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേറെ പൊടികളൊന്നും ഞാൻ അതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങ ജസ്റ്റ് ഒരു ടേസ്റ്റ്, അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ്. വേണമെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ ചമ്മന്തി പോലെ ആക്കിങ്ങാണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങയും സവോളയും പിന്നെ പച്ചമുളകും കൂടി ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തേങ്ങയ്ക്ക് പകരം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കണം. കാരണം മൈക്രോഗ്രീൻസിൻ്റെ പോഷകങ്ങളൊക്കെ നമ്മൾ തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ പോവും. അപ്പോൾ അതുകൊണ്ട് അടച്ച് വെച്ച് വേവിക്കുക എപ്പോഴും ഇലകളൊക്കെ വേവിക്കുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ചോറിൻ്റെ കൂടെയാണ് ഈ ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറിലേക്ക് ഞാൻ കറിയായിട്ട് ഇപ്പം ഇവിടെ ആട് കറി ഉണ്ടാക്കുകയാണ്. ആട് കറിയുടെ വ്ലോഗ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കുന്ന പോലെ സവോളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പൊടികൾ പിന്നെ ആട് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒട്ടും വെള്ളം ചേർക്കാണ്ട് ഒന്ന് പ്രഷർ കുക്ക് ചെയ്യുക. ഒരു 2-3 വിസിൽ മതിയാകും. അങ്ങനെ ചെയ്ത് വെച്ചതാട്ടോ. അപ്പോഴേക്കും നമ്മുടെ മൈക്രോഗ്രീൻസ് വെച്ചിട്ടുള്ള ഉപ്പേരി, മൈക്രോഗ്രീൻസും ക്യാരറ്റും കൂടിയുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയാൽ മതിയാകും. ക്യാരറ്റും ഈ ഇലയും വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതാ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. തേങ്ങയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പം റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ മൈക്രോഗ്രീൻസ് വെച്ചിട്ടുള്ള ഉപ്പേരി. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. അപ്പം ഇനി ഞാൻ ഈ ആടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പപ്പടം ഒന്ന് പൊരിച്ചെടുക്കാം. ഇനിയിപ്പോൾ പപ്പടത്തിനായിട്ട് വേറൊരു എണ്ണ ചൂടാക്കണ്ടല്ലോ.
അപ്പോൾ ഞാൻ ചീനച്ചട്ടിയിൽ വെച്ചിട്ടാണ് ഈ ആട് ഒന്ന് വരട്ടിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് കറിയായിട്ടും എടുക്കുന്നുണ്ട്, പിന്നെ ബാക്കി കുറച്ച് ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ പപ്പടം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ കുറേ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ എടുത്ത് മാറ്റുന്നുണ്ട്. ഇത്രയും എണ്ണ വേണ്ട നമുക്കിത് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണ കുറച്ചെടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. സവോളക്ക് പകരം ചെറിയ ഉള്ളിയാണ് വേണ്ടത്. സവോള ഒന്ന് ചെറുതായിട്ട് കളർ മാറിയ ശേഷം നമുക്കത് ഒന്ന് വരട്ടാം. ഞാനിപ്പോൾ ഇവിടെ വേറൊരു പാത്രത്തിൽ ഒരു നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അത് വെച്ചിട്ടൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതാ നമ്മുടെ സവോള ഇപ്പോൾ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. നമ്മുടെ ആട് കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആടെടുത്തിട്ട് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ആടെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒരുപാട് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒന്നും ചേർത്തിട്ടില്ല, കാരണം എരിവ് ഇവിടെ അധികം ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇതിലേക്ക് സവോള വഴറ്റുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഈ ഒരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള ആട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റാണ് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നത്, വല്ലാണ്ട് എരിവ് വേണ്ടെന്ന് വിചാരിച്ചിട്ട്. ലാസ്റ്റ് ചേർക്കുമ്പം ആ ഒരു എരിവ് നമുക്ക് ടേസ്റ്റിൽ വരില്ല, പക്ഷേ ആ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ വല്ലാണ്ട് ഡ്രൈ ആക്കി എടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ കളറും കുറച്ച് മാറും കേട്ടോ, നല്ല ബ്ലാക്ക് കളറിലൊക്കെ കിട്ടും നല്ല ഡ്രൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ. ഞാൻ മുമ്പ് ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ആട് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. സ്നാക്കിനായിട്ടുള്ള നമ്മുടെ പഴം പുഴുങ്ങിയതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള പഴം മാറ്റാം. ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്, ഒരു വലുതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ പഴം ബോണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പുഴുങ്ങി വെച്ചിട്ടുള്ള പഴം വേണം. ഇനി ഇത് പനഞ്ചക്കരയാണ് കേട്ടോ, ചക്കരയാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചക്കരയാണ് ചേർക്കുന്നത് പഞ്ചസാരക്ക് പകരം. അപ്പോൾ ചക്കര ഇല്ലയെന്നാണെങ്കിൽ പഞ്ചസാര ചേർക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള ചക്കരയാണ് ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും പിന്നെ ഒരു 3 ഏലക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാണ് ഉള്ളത്. അപ്പോൾ അത് പഞ്ചസാര ആണെങ്കിൽ പഞ്ചസാര പൊടിഞ്ഞ് കിട്ടും കേട്ടോ, അതെല്ലാം കൂടി ചേർത്തിട്ട്. അപ്പോൾ ഞാൻ പഴം പുഴുങ്ങിയത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരച്ചെടുക്കാം, പക്ഷേ അരച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഉടച്ചെടുക്കുന്നതാണ്. അപ്പോൾ പഴം നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ശർക്കരയുടെ മിക്സ്ചർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ശർക്കര പാനിയാണെങ്കിൽ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ശർക്കര പാനി ആകുമ്പോൾ വെള്ളം ഏറിപ്പോവും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്, ഈ ചക്കരയാണ് വേണ്ടത് കേട്ടോ. പാനിയൊക്കെ എടുക്കുമ്പോൾ വെള്ളം കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പഴവും അതുപോലെ ചക്കര ബ്ലെൻഡ് ചെയ്തതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പം മൈദപ്പൊടിയുടെ അളവ് എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന പഴത്തിൻ്റെ ഇതനുസരിച്ചിരിക്കും. ചെറിയ പഴമാണെങ്കിൽ ഇത്രയും മൈദപ്പൊടി വേണ്ടിയില്ല. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നോക്കാം. പഴം നമ്മൾ കുഴച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പരുവം ഞാൻ കാണിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആവശ്യത്തിനുള്ളതാണ് ചേർക്കുന്നത്. അപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, 1 കപ്പ് മൊത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്കിലേക്കുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കറക്റ്റ് അളവെന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന പഴത്തിനനുസരിച്ചിരിക്കും കേട്ടോ, പഴത്തിനനുസരിച്ചിരിക്കും ശർക്കരയുടെ അളവൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ആ ബ്ലെൻഡറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചുകൂടെ ഈ ഒരു മിക്സ്ചർ കുറച്ചൊന്ന് ലൂസാകാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചക്കര നമ്മൾ ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു പരുവാണ് നമ്മുടെ മാവ് വേണ്ടത്. വല്ലാണ്ട് കട്ടിയാവാൻ പാടില്ല, എന്നാൽ വല്ലാണ്ട് സോഫ്റ്റ് ആവാൻ പാടില്ല. നമുക്കിങ്ങനെ കയ്യിൽ എണ്ണ തടവിട്ട് കയ്യിൽ ബോൾസ് ആക്കാൻ പറ്റുന്ന ഒരു പരുവാവണം. അപ്പോൾ ഞാൻ കയ്യിൽ എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്, എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, എണ്ണ നന്നായി ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കയ്യിൽ
നന്നായിട്ട് എണ്ണ പുരട്ടിയിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഈ ബോൾസ് ആക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ബോൾസ് ആക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെറിയ നമ്മൾ പഴം ഞവണ്ടി പൊരിച്ചൊക്കെ ഉണ്ടാവുമല്ലോ, ചെറുപഴം കൊണ്ടുള്ളത്, അതേപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ഒരു ഷേപ്പ് കിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ നല്ല ബോൾസ് ആക്കിയിട്ടുണ്ടെങ്കിൽ കയ്യിൽ എണ്ണ തടവിയിട്ട് ഇങ്ങനെ ബോളാക്കിയിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം മാത്രം കുക്കാവും, നല്ല ബ്ലാക്ക് കളറിലാവും, അകത്ത് കുക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു എണ്ണ ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം ബോണ്ട റെഡി ആയിട്ടുണ്ട്. നേന്ത്രം പഴം കൊണ്ടുള്ള ബോണ്ടയാണ്, കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബോൾസ് ആക്കിയിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, വളരെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ നമ്മുടെ പഴം ബോണ്ട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു സ്നാക്കായിരുന്നു അത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടമാവും, പഴം വെച്ചിട്ടാണല്ലോ. നമ്മളിപ്പോൾ ഒരു പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതിനേക്കാളും നല്ലത് ആ സെയിം മെത്തേഡ് തന്നെയാണ്, കുറച്ചൊരു ചേഞ്ച് ഉണ്ടെന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും അതിൻ്റെ ടേസ്റ്റ്. ശർക്കര ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അതിന് പകരം പഞ്ചസാര ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് പുറമേ കുറച്ച് ക്രിസ്പായിട്ടും, വല്ലാണ്ട് ക്രിസ്പല്ല, അകത്ത് നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു പരുവത്തിലുണ്ടാകും. അപ്പോൾ ഇപ്പോൾ ഏതായാലും കുട്ടികളൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുമായിരിക്കും. അപ്പോൾ അവർക്ക് സ്നാക്കായിട്ടൊക്കെ പഴം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും, തീർച്ചയായിട്ടും ഇഷ്ടമാവും. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ, സ്നാക്സൊക്കെ ട്രൈ ചെയ്തിട്ട്. അപ്പോൾ ഈ സ്നാക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര മഴ, നല്ല സമയത്താണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. മഴയുണ്ട്, ചെറുതായിട്ട് മിന്നലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഡോർ ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ വൈകുന്നേരത്തുള്ള ഡിന്നറും കൂടി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കൂടെ. ഇനിയിപ്പം അതിന് വേറെ സമയം കണ്ടെത്തേണ്ടെന്ന് വെച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മൈക്രോഗ്രീൻസ് വെച്ചിട്ടുള്ള ഉപ്പേരിയാണിത്. അപ്പോൾ ക്യാരറ്റും മൈക്രോഗ്രീൻസും കൂടി ഒത്തിരി നല്ലതാണ് കുട്ടികൾക്ക്. പിന്നെ ഈ ക്യാരറ്റിന് പകരം നിങ്ങൾക്ക് ക്യാബേജും എടുക്കാം കേട്ടോ. കാരണം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത്, ക്യാബേജ് ആണെങ്കിൽ ക്യാബേജ് എടുക്കാം, ബീട്രൂട്ട് ആണെങ്കിൽ ബീട്രൂട്ട് എടുക്കാം, അല്ലെങ്കിൽ ക്യാരറ്റ് ആണെങ്കിൽ ക്യാരറ്റ് എടുക്കാം. ഇഷ്ടമുള്ളതിൻ്റെ കൂടെ ഈ മൈക്രോഗ്രീൻസ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡിന്നർ ഒരു 6 മണി 7 മണി ആ ഒരു സമയത്ത് കഴിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ തന്നെ ഡിന്നർ റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം ഡിന്നർ കഴിക്കും, പിന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പം വിശക്കുന്ന സമയത്ത് നമ്മൾ ചായ കുടിക്കാറ് കേട്ടോ. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്, എല്ലാവരും വൈകിട്ട് ചായയാണ് കുടിക്കാറ്. പുറത്തിപ്പം മിന്നലൊക്കെ മാറിയിട്ടുണ്ട്, മഴയൊക്കെ തോർന്നു, നല്ലൊരു കാലാവസ്ഥയാണ്. പിന്നെ അതുപോലെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നൊരു സിറ്റുവേഷനാണ്. വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക. എന്താ പറയുക, അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സേഫ് പ്രിക്കോഷൻസ് ചെയ്യുക, പുറത്തിറങ്ങി നടക്കാണ്ടിരിക്കുക. ഇപ്പോൾ എല്ലാവരും വെക്കേഷനൊക്കെ ആണ്, പക്ഷേ എന്നാൽ പോലും പുറത്ത് ബന്ധുക്കളെ സന്ദർശിക്കാനോ ഫ്രണ്ട്സിനെ സന്ദർശിക്കാനോ ഒന്നും പോവാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കാൻ മാക്സിമം നോക്കുക. പിന്നെ എന്നത്തെയും പോലെ ഇന്നത്തെ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ഫീഡ്ബാക്ക്സ് ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.